നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റണമെന്ന് വിചാരിക്കുന്ന ഒരു ശീലം കാണും. ചിലപ്പോൾ സ്മോക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഫോണിൽ ചുമ്മാ സ്ക്രോൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് മാറ്റാൻ പറ്റാത്ത ശീലമുള്ള കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചിട്ടും മാറാത്ത ചില ശീലങ്ങളുണ്ട്. ഞാനിതൊരു സിമ്പിൾ ട്രിക്കിലൂടെ മാറ്റിയെടുക്കാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് സ്മോക്കിംഗ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യമേ നമുക്ക് ഈ സ്മോക്ക് ചെയ്യാൻ എപ്പോഴാണ് തോന്നുന്നത്? ബേസിക്കലി അവർക്ക് ഒരു ട്രിഗർ കാണും. അതായത് അവർക്ക് ഏതെങ്കിലും ഒരു കട കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിൽ ഒന്ന് ഡൗൺ ആകുമ്പോഴോ ആയിരിക്കും അവർക്ക് സ്മോക്ക് ചെയ്യാൻ തോന്നുന്നത്. ഈ സിമ്പിൾ സാധനം തന്നെയാണ് നിങ്ങൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുന്നത്. ഈ ശീലം മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റയടിക്ക് നിങ്ങൾ ഫോൺ മാറ്റി വെക്കുകയോ സിഗരറ്റ് എടുത്ത് മാറ്റി വെക്കുകയോ അല്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് ചെയ്യാൻ തോന്നുന്നത് അന്നേരം നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് ചെയ്യാൻ തോന്നുന്നത് അന്നേരം നിങ്ങൾ വേറൊരു കാര്യം ചെയ്യുക. എക്സാമ്പിൾ, നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യാൻ തോന്നുകയാണ്. നിങ്ങളൊരു കട കണ്ടു, നിങ്ങൾ പോയി സിഗരറ്റ് മേടിക്കുന്നതിന് പകരം ഒരു ബബിൾക്കോ എന്തെങ്കിലും ഒരു ചൂയിങ്കോ എന്തെങ്കിലും മേടിച്ചിട്ട് നിങ്ങൾ ചവയ്ക്കുക. വീണ്ടും നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യാൻ തോന്നുകയാണ്, നിങ്ങൾ വീണ്ടും പോയി ചൂയിങ്കം ചവയ്ക്കുക. കുറേ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഈ ചൂയിങ്കം നിർത്തുക. അങ്ങനെ നിങ്ങളുടെ ഈ സ്മോക്കിംഗ് എന്ന് പറഞ്ഞ ഈ ശീലവും തീരും. കുറച്ച് ഇതിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി ലെസ് എഫക്റ്റീവായിട്ട് ഡോപ്പമിൻ തരുന്ന വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇതിനെ മാസ്ക് ചെയ്യണം, ഈ ശീലത്തെ. എന്നാലേ ഈ ശീലം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ സ്മോക്കിംഗ് നിർത്തുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പറ്റും, പക്ഷേ അത് നല്ല രീതിയിലുള്ള എന്താ പറയുക, ഒരു കൺട്രോൾ വേണം നിങ്ങളുടെ മൈൻഡിന്. ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ആർക്കും അങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഗൈസ്, ബൈ.